ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 6 തണ്ട് കറിവേപ്പില, 2 പുളിയുള്ള മാങ്ങ. ഈ മാങ്ങയുടെ കളർ നോക്കണ്ട, നല്ല പുളിയുള്ള മാങ്ങയാണ്. കൂടാതെ 5-6 പച്ചമുളക്, ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഈ 2-ാം പാലിലാണ് നമ്മൾ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുപ്പിൽ ചട്ടി വെച്ച ശേഷം വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ചെമ്മീൻ പല സ്ഥലത്ത് പല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടാവും. വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇവിടെ ഞാൻ 1/2 കിലോയോളം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെമ്മീനാണ്, അത് കുറച്ചുകൂടിയും ടേസ്റ്റും കൂടുതലായിരിക്കും. ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 2 മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് കൂടി ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലാണ് ടേസ്റ്റ് കൂടുക. ഇതെല്ലാം ഒന്ന് നന്നായി വെന്ത് വന്ന ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. കറിവേപ്പില തണ്ടോടുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക മണമാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ശേഷം നമുക്ക് മറ്റൊരടുപ്പിൽ ചീനച്ചട്ടി വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 10ഓളം ചെറിയുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയം നമ്മളുടെ ചട്ടിയിലേക്കും ശ്രദ്ധ വേണം. കറി ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മളുടെ തലപ്പാൽ കുറേശ്ശെയായി ചേർക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി കൈവിടാതെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒത്തിരി നേരം തിളപ്പിക്കാൻ പാടില്ല, 1-2 തിള വന്നാൽ മതിയാകും. ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ശേഷം തയ്യാറാക്കി വെച്ച ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും താളിപ്പിലേക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് കറിയിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായ നമ്മളുടെ ചെമ്മീൻ കറി തയ്യാർ. എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടാവും. ഇങ്ങനെയുള്ള നല്ല രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.